ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. ഈ 22 ലക്ഷം രൂപ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണ്, ആർക്കാണ് കൊടുത്തത്, എപ്പോഴാണ്, എന്നാണ്, അങ്ങനെയുള്ള വിവരം എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു വിഷയം ഉയർന്നു വരാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരു തീർത്തും ഈ PSC കോഴയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുമായിട്ടല്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരാളുടെ വീട്ടിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ അമ്മയും മകനും ആ വീട്ടിൻ്റെ മുന്നിൽ പോയിരിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഇത്രയും കാലം അങ്ങനെ എൻ്റെ ഒരു ജീവിതത്തിനകത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. അയാൾ പറയണം തെളിവ് സഹിതം, നിങ്ങൾ ഇന്ന ആളെ പറഞ്ഞയച്ചു, അവിടെ പൈസ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അയാൾ എന്നോട് പറയണം. എൻ്റെ അമ്മയും എൻ്റെ മകനും എൻ്റെ കൂടെ ഉണ്ടാകും. നിങ്ങളെല്ലാം എല്ലാ സമൂഹത്തിനോടും പറയണം, എൻ്റെ സ്നേഹിതന്മാർ, എൻ്റെ നാട്ടുകാർ, എന്നെ വിശ്വസിച്ചവരൊക്കെ ഉണ്ട്, അവരോടൊക്കെ നിങ്ങൾ പറയണം. ഈ ചോദ്യം ഒരു സാധാരണ മനുഷ്യൻ്റെ ചോദ്യമാണ്. ഞാനിവിടെ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയയോട് കച്ചവടം നടത്തിയെന്നോ അല്ലെങ്കിൽ അവിഹിതമായിട്ട് എന്തെങ്കിലും സമ്പാദിച്ചെന്നോ എന്തെങ്കിലും ഒന്ന് തെളിവ് സഹിതം പറയണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ എന്താണ് എൻ്റെ അമ്മയോട് നിങ്ങൾ പറയണം. ഇതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. ബാക്കി ഞാൻ അവിടുന്ന് പറയും. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്നാണ് പറയുന്നത്, ഈ കോഴ ആരോപണം അല്ല പ്രധാനപ്പെട്ട് പറയുന്നത്. അങ്ങനെ അതിലെന്തെങ്കിലും ബന്ധമുണ്ടോ? മാത്രമല്ല ഒരു BJP നേതാവായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു. താങ്കൾക്ക് റിയൽ എസ്റ്റേറ്റിൽ വലിയ ഇടപെടൽ നടത്തിയെന്നൊക്കെയാണ് ഈ ഒരു കണ്ടെത്തൽ. ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒരു 5 ദിവസമായില്ലേ, 5 ദിവസം മുതൽ 22 ലക്ഷം കോഴ വാങ്ങി പ്രമോദ് കോട്ടൂളി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കോഴ ആരോപണമുണ്ടോ ഇല്ലയോ അറിയാതെ, കൃത്യമായ തെളിവുകളില്ലാതെ ഒരു മനുഷ്യനെ ഈ ചാനലുകൾക്കകത്തിട്ട്, വാർത്തകൾക്കകത്തിട്ട്, ഫേസ്ബുക്കിലും എല്ലാത്തിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരാൾ ഇന്ന പൈസ കൊടുത്തു എന്ന് പറയണ്ടേ, ഇന്നയാളോട് വാങ്ങിച്ചു എന്ന് പറയണ്ടേ? അങ്ങനെ ഒരു അഭിപ്രായം പറയാതെ, അങ്ങനെ ഒരു കാര്യം ഉയരാതെ എന്തില്ല, ഈ പറഞ്ഞ കാര്യമില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏത് അന്വേഷണത്തിലും എങ്ങനെയും, ഇന്നിപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു വിവരം വന്നത്, ഇതിൻ്റെ ഭാഗമായിട്ട് നിയമപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പരാതികളും നാളെയും മറ്റന്നാളുമായിട്ട് ഞാൻ കൊടുക്കുന്നതാണ്. ഏരിയ കമ്മിറ്റി അറിയിച്ചിട്ടില്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് അറിയിക്കാത്തതെന്ന് കരുതുന്നുണ്ടോ? എന്നെ ഏരിയ കമ്മിറ്റി ഇതുവരെ അറിയിച്ചിട്ടില്ല. എന്നെ അറിയിക്കേണ്ടതാണ്, സംഘടനാപരമായിട്ട് എന്നെ അറിയിക്കണം. ഞാൻ ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ്, സ്വാഭാവികമായിട്ട് അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ ഗൂഢാലോചനകളും കാര്യങ്ങളുണ്ട്. ഈ പാർട്ടിക്കുള്ളിൽ തന്നെയാണോ നിങ്ങൾക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നിട്ടുള്ളത്? എനിക്ക് അറിയാത്തൊരു കാര്യം, ഞാൻ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവരുടെ വീട്ടിന് മുന്നിൽ പറഞ്ഞാൽ പോലെ ഏതെങ്കിലും തരത്തിൽ പാർട്ടി പ്രമോദിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ ഈ വിഷയത്തിൽ? വിശദീകരണം ചോദിച്ചതിൻ്റെ വിവരങ്ങൾ, ആ വിശദീകരണം ചോദിച്ചതിൻ്റെ വിവരങ്ങളെല്ലാം ഒന്നുപോലും മറച്ചു വെക്കാതെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയും. എനിക്കിനി എന്താണ്, ഞാനൊരു മകൻ മാത്രമാണ്, ഒരു അച്ഛനാണ്, ഒരു ഭർത്താവാണ്, എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ സ്നേഹിതനും സുഹൃത്തുമാണ്. അതുകൊണ്ട് എനിക്ക് എന്തില്ല, ഒന്നും മറച്ചു വെക്കാനില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും പറയും. ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രമോദ് എന്ന് പറയുന്ന മനുഷ്യനെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചോ അവരുടെ എല്ലാം പേര് ഞാൻ പറയും. കൊടുക്കാൻ ശ്രമിച്ചത് പാർട്ടിക്കുള്ളിൽ നോക്കാൻ പറയും. എന്തുകൊണ്ടായിരിക്കും താങ്കൾക്കെതിരെ ഇത്തരം ഒരു ആരോപണം വന്നതും ഇത്തരം വിവാദമായതും ഇപ്പം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും? എന്താണ് താങ്കൾ കരുതുന്നത്? അല്ലാതെ ഞാൻ ഇപ്പം നമുക്ക് അവിടെ പറഞ്ഞു, മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പിൽ പരാതി കൊടുത്തതെന്ന് കേൾക്കുന്നുണ്ട്. റിയാസ് അക്കാര്യം നിഷേധിച്ചിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ അത്തരം എനിക്കറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ പറയില്ല. ആരുടെ വീടിനുണ്ട്? ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന്റെ പിറകിലുള്ളത്. അദ്ദേഹം പാർട്ടിക്കാരനാണോ? അതെനിക്കറിയില്ല. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു കാര്യം, ഈ ശ്രീജിത്തിന്റെ വീട്ടിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് പോകാൻ വേണ്ടി പോവാണ്. ആ സ്ഥലത്തേക്ക് ആദ്യമായിട്ട്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഈ ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. നാളെ നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഈ ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പ്രമോദ് എന്ന് പറയുന്ന മനുഷ്യൻ ആദ്യമായി യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ്. അതിനർത്ഥം ഞാൻ ഈ വിഷയം ഇതുവരെ പോയിട്ടില്ല. അദ്ദേഹത്തിൽ നിന്ന് പണം വാങ്ങിയതാണ് ആരോപണം വന്നിരുന്നത്. നോക്കാം, നമുക്ക് അയാളുടെ വീട്ടിലേക്ക് പോട്ടെ, അയാൾ പറയട്ടെ. താങ്കളെ ഒരു ബലിമൃഗമാക്കി കഴിഞ്ഞു ഈ സംഭവത്തിൽ? ഞാനൊരിക്കലും ഒരു മൃഗമാവില്ല, ഞാൻ മനുഷ്യനാണ്. ഞാൻ എൻ്റെ അമ്മയുടെ മകനാണ്.